പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. പ്രഭാതവചനത്തിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 356 ദിവസവും ഈ മാസത്തെ 22 ദിവസവും തിങ്കളാഴ്ചയാകുന്ന ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്വർഗം നമ്മെ എത്ര കൂടുതലായി ആകർഷിക്കുന്നുവോ അത്രയ്ക്ക് ലോകത്തോടുള്ള ആഗ്രഹം കുറയും. അതായത് സ്വർഗം നമ്മെ എത്ര കൂടുതലായി ആകർഷിക്കുന്നുവോ അത്രയ്ക്ക് ലോകത്തോടുള്ള ആഗ്രഹം കുറയും. ഇത് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്മസിന് ഇനി 3 ദിവസം മാത്രമാണ് ഉള്ളത്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏവരും കാത്തിരിക്കുന്നതായ അവസരത്തിൽ നാം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്ന ഈ വേദഭാഗത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം ലേഖനം 21 മുതൽ ഉള്ള വേദഭാഗത്ത് ഇപ്രകാരം പറയുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇവിടെ ഈ വേദഭാഗത്ത് പറയുന്നത്. പൗലോസിന്റെ ഈ വാക്കുകൾ മരണത്തെക്കുറിച്ചുള്ള വെറും താത്വികമായ ഒരു ചിന്തയല്ല. ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് താൻ വിമോചനായേക്കാം എന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അതേസമയം നീറോയുടെ കിങ്കരന്മാരുടെ വാളിനിരയാകുവാനുള്ള സാധ്യതയും അവൻ മുമ്പിൽ കണ്ടിരുന്നു. അത് അവൻ്റെ മനസ്സിൽ ഒരു സംഘടന തന്നെ ഉളവാക്കി. മരിക്കുന്നത് തനിക്ക് ലാഭമായിരിക്കുന്നതിനാൽ അവൻ ഇഹലോകം വിട്ടുപോകുവാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് ഈ ലോകത്തിൽ നിന്നും തനിക്ക് ലാഭമായിരിക്കുന്ന എന്തിനേക്കാളും അത്യുത്തമമായി അവൻ കരുതിയിരുന്നു. എന്നാൽ തുടർന്ന് ജീവിപ്പാനുള്ള ആഗ്രഹവും തനിക്കുണ്ടായിരുന്നു. ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം, വാക്യം 24 പറയുന്നു എന്ന് പൗലോസ് പറയുന്നതായി നാം ആ വേദഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോസ്തലന്റെ ഈ മനോഭാവം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തെന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയാണത്രേ. നാം നമ്മെപ്പറ്റി സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരെന്ന് പറയാറുണ്ടെങ്കിലും ഭൗമിക കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വളരെ കൂടുതലായി ആകർഷിക്കപ്പെടുന്നു. ഇഹലോകത്തിന്റെ സന്തോഷങ്ങൾക്കും മൂല്യങ്ങൾക്കും നാം അതിര് കവിഞ്ഞ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പൗലോസിന്റെ വ്യത്യസ്തമായ ഈ ലോകത്തോടുള്ള പറ്റുമാനമുള്ളവരായി തീരുന്നത് എന്നതിന് 2 അഭിപ്രായമുണ്ടാകുകയില്ല. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യാപക സ്വർഗത്തിലെ മനോഹരമായ കാഴ്ചകൾ ഭംഗിയായി വർണ്ണിക്കുന്നത് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ പ്രകാരമാണ് അവസാനിപ്പിച്ചത്: സ്വർഗത്തിൽ പോകുവാൻ സന്തോഷമുള്ള എല്ലാവരും കൈകൾ ഉയർത്തുക എന്ന്. ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും കരങ്ങൾ ഉയർത്തി. ജോൺ, നിനക്ക് എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹമില്ല എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. വളരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: കുറച്ചു മുമ്പേ ഞാൻ വീട്ടിൽ നിന്നും പോരുമ്പോൾ അമ്മ കേക്ക് ഉണ്ടാക്കുകയായിരുന്നു എന്ന്. ആ ബാലൻ മറുപടി പറഞ്ഞു: ആ കുട്ടിയെ പോലെയാണ് നാം ഓരോരുത്തരും എന്നത് നമുക്ക് ഏവർക്കും അറിയാം. കാരണം ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഓടി നടക്കുന്നവരാണ്. ആ ഓട്ടമാണ് നമ്മളെ വിശ്വാസത്തിൽ നിന്നും പുറകിലേക്ക് മാറ്റുന്നത്. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് സ്വർഗം നമ്മെ എത്ര കൂടുതലായി ആകർഷിക്കുന്നുവോ അത്രയ്ക്ക് ലോകത്തോടുള്ള നമ്മുടെ ആഗ്രഹം കുറയും എന്നതാണ്. അതായത് സ്വർഗം നമ്മളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നാം സ്വർഗത്തിനെ കുറിച്ച് കൃത്യമായി അറിയുകയും ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുകയും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് വെച്ചത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ പാപങ്ങളെ മോചിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള ആകർഷണം നമ്മൾ കൂട്ടത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ആ ജീവിതം മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേദഭാഗം പാരായണം നടത്തുകയും അത് മനസ്സിലാക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും
കൂടെ ഹൃദയവേദനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള ആകർഷണം നമുക്കുണ്ടാകും എന്നതിന് ഒരു സംശയവും ഇല്ല. ഞാൻ എൻ്റെ ഇഹലോക ജീവിതത്തെക്കുറിച്ച് ഉന്മേഷവും ഉത്സാഹവും ഉള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ശിക്ഷിച്ചതെല്ലാം നല്ലതായി കണ്ടു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അവ ആസ്വദിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു എന്നുള്ളത് എന്ന സംശയമില്ല. എന്നാൽ സ്വർഗീയമായ കാര്യങ്ങളെ ശരിയായി വിലമതിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇഹലോക കാര്യങ്ങൾ ഞാൻ ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ എൻ്റെ കഷ്ടപ്പാടിൽ എന്തോ, എൻ്റെ കാഴ്ചപ്പാടിൽ എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്നുള്ള പൗലോസിന്റെ വാക്കുകളുടെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നാം ഓരോരുത്തരും ആദ്യമായി മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് സ്വർഗീയമായ കാര്യങ്ങളെ ശരിയായ വിലമതിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇഹലോക കാര്യങ്ങളിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു എങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്നുള്ള പൗലോസിന്റെ വാക്കുകളുടെ രഹസ്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലൻ രണ്ട് ഭാഗത്തോടും ഒരുപോലെ പിടിച്ചു വലിക്കപ്പെടുകയായിരുന്നു. രണ്ടും ശരിയായ കാരണങ്ങളായിരുന്നു താനും. അതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ഈ ലോക ജീവിതം ജീവിക്കുന്ന അവസരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ഈ താൽക്കാലിക ജീവിതത്തിൽ നാം ജീവിക്കുന്ന അവസരത്തിൽ നാം ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. നാം നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ സൽപ്രവർത്തികളിലും നമ്മുടെ ഈ ലോകത്തിലെ ഓരോ പ്രവൃത്തികളിലും അവിടെ കണക്കെടുപ്പെടും. ആ അവസരത്തിൽ നമ്മളുടെ നല്ല പ്രവൃത്തിയാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ ആ നല്ല കാര്യങ്ങളാണ് നാം ചെയ്തതെങ്കിൽ അവിടെ നമുക്ക് നിത്യതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.